യൂഷ്വലി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇതായിരിക്കും. പലരും പണ്ടൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ പലപ്പോഴും പോസ്റ്റ്മോർട്ടത്തിൽ പലർക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതൊരിക്കലും ഒരു അസുഖത്തിലേക്ക് വരാറില്ലായിരുന്നു. അതാണ് വളരെ സ്ലോ ആയിട്ടായിരിക്കും അതിന്റെ ഒരു പ്രോഗ്രസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും 10 കൊല്ലം മുമ്പ് PSA ചെയ്ത് കൂടുതലാണെങ്കിലും അത് വളരെ സ്ലോ ആയിട്ട്. പക്ഷെ അന്നത്തെ ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കണം, അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇത്രയും ടോക്സിൻ ലെവൽ ഫുഡിലും നമ്മളുടെ എയറിലും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചും കൂടെ സൂക്ഷിക്കണം. പിന്നെ മിക്കവാറും ഓൾഡർ ആയിട്ടുള്ളവർക്കാണ് അത്ര അഗ്രസീവ് ആയിട്ടുള്ളത് കാണാതിരിക്കും ഇത് വരുന്നത്. അതിന് നമുക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് PSA ലെവൽ ഇപ്പോൾ ഒരു 5, 6, 7 ഒക്കെ ഉള്ളെങ്കിൽ അത് അത്ര അഗ്രസീവ് ടൈപ്പ് ആകാൻ സാധ്യത കുറവാണ്. അതേസമയത്ത് 10-ന് മുകളിലേക്ക് പിന്നെ 20, 40, 50, 100-നൊക്കെ മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സ്പ്രെഡ് ആയിട്ട് മിക്കവാറും ആയിട്ടുള്ള ഒരു നിലയിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അതായത് പ്രോസ്റ്റേറ്റിന് പുറത്തേറ്റും കൂടെ വളർന്നൊരു കുറച്ചും കൂടെ അഗ്രസീവ് നിലയിൽ. പിന്നെ നമ്മൾ പ്രോസ്റ്റേറ്റിന്റെ ആണെങ്കിലും നമ്മൾ ഈ ഇതിന്റെ ക്യാൻസറിന്റെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ സ്കോർ ഉണ്ട്, ജീസസ് സ്കോർ എന്നൊക്കെ പറഞ്ഞ്. അത് വെച്ചിട്ട് അത് പതോളജിക്കൽ ഡയഗ്നോസിസ് ആണ്. അതാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പം ഗ്രേഡ് കൂടുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഗ്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു അബ്നോർമൽ വന്നിട്ടുണ്ട്. അതായത് ആ മുഴയുടെ സൈസ്, അതായത് ക്യാൻസർ ചേഞ്ച് വന്നിരിക്കുന്ന എന്തോരം ഭാഗമുണ്ട്. അതുപോലെ അതിന്റെ ആ ഓരോ സെല്ലിനെയും ബേസ് ചെയ്താണ് ഈ സെല്ലിന് വന്നിരിക്കുന്ന ഡാമേജ് എത്രയുണ്ട്. അപ്പോൾ കൂടുതൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് മോർ അഗ്രസീവ് ആയിരിക്കും. ട്രീറ്റ്മെന്റ് റെസിസ്റ്റൻസ്, അതായത് ഇതൊക്കെ ഹോർമോണും നമ്മൾ കീമോതെറാപ്പിയും ഇതൊക്കെ ആണല്ലോ എടുക്കുന്നത്. അപ്പൊ അതിനോടൊക്കെ ഒരു റെസിസ്റ്റൻസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഗ്രേഡ് കൂടുന്നതനുസരിച്ച് വരുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി ഇത് വെച്ച് നമുക്ക് ഒരു അതിന്റെ നമ്മുടെ എന്തൊരു എക്സ്റ്റൻസ്, എത്ര ലൈഫ് എക്സ്പെക്ടൻസി, അല്ലെങ്കിൽ എന്തോരം ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, എത്ര അഗ്രസീവ് ട്രീറ്റ്മെന്റ് വേണം എന്നൊക്കെ ഉള്ളത് ഇതിലാണ്. എല്ലാ ഈ ഗ്രേഡിങ്ങും എത്ര എക്സ്റ്റെൻഡ് ഉണ്ടെന്ന് നോക്കിയാണ്. പക്ഷെ ജനറലി അതൊരു വെരി ഫ്യൂ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലൊക്കെയാണ് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കാണാറുള്ളതെന്ന് തോന്നുന്നു. മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ യങ്ങർ ആൾക്കാർ വരുമ്പോഴാണ് പെട്ടെന്ന്. ഇപ്പം ഒരു പേഷ്യന്റ് ഈസ് എ ഡോക്ടർ, അതേപോലെ 41 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ സെമനിനകത്ത് ബ്ലഡ് സ്റ്റെയിൻ കണ്ടിട്ട് പോയി നോക്കുമ്പോഴേക്ക് ഇറ്റ് ഇസ് 4th സ്റ്റേജ് എത്തിയിട്ടുണ്ട്. വേറെ സിംറ്റംസ് ഒന്നും ഇല്ല, ജസ്റ്റ് വേദനയൊന്നും ഉണ്ടാവില്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ആദ്യം ഓർക്കണം, തുടക്കത്തിൽ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.